ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഹേമ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ ഹേമ റിപ്പോർട്ട് അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ് കൂറുമാറിയ ബിന്ദു പണിക്കരുമായി ഭാമയും നാദൃശയും ഇടവേള ബാബുവും മൊഴികൾ പുറത്ത്. തിരുവനന്തപുരം നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയ പ്രമുഖ താരങ്ങളുടെ മൊഴികൾ പുറത്ത്. നടൻ സിദ്ദീഖ് ഉൾപ്പെടെ 21 സാക്ഷികളുടെ മൊഴികളാണ് പുറത്തു വന്നത്. ബിന്ദു പണിക്കർ, ഭാമ, നാദൃശ, ഇടവേള ബാബു എന്നിവരും കൂറുമാറിയിട്ടുണ്ട്. പോലീസ് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറയുന്നതായിരുന്നു. ഇവരെല്ലാം ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു. സിദ്ദീഖ് പോലീസിന് മൊഴി നൽകിയത് കൊച്ചിയിൽ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപിനോട് തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നടിയെ നേരിൽ കണ്ടാൽ തല്ലുമെന്ന് ദിലീപ് പറഞ്ഞിരുന്നുവെന്ന് സിദ്ദീഖ് മൊഴി നൽകി. എന്നാൽ സിദ്ദീഖ് പിന്നീട് കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വവൈരാഗ്യമുണ്ടായിരുന്നു. അവൾ എൻ്റെ കുടുംബം തകർത്തവളാണ്. ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് നടി ഭാമ പോലീസിന് മൊഴി നൽകിയത്. പിന്നീട് നടി മൊഴി മാറ്റി. നടി ബിന്ദു പണിക്കരും പോലീസിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. കാവ്യ മാധവൻ കരഞ്ഞു എന്നതുൾപ്പെടെ ബിന്ദു പണിക്കറും ദിലീപും ആക്രമിക്കപ്പെട്ട നടിയുടെ പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബിന്ദു പണിക്കർ കൊച്ചിയിലെ റിഹേഴ്സൽ ക്യാമ്പിൽ സംഭവങ്ങൾ വിശദീകരിച്ചിരുന്നു. പിന്നീട് ബിന്ദു പണിക്കർ കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞു. ബിന്ദു പണിക്കർ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. നല്ല റോളുകൾ ഒഴിവാക്കുന്നതിനും ആക്രമിക്കപ്പെട്ട പരാതി പറഞ്ഞു. ദിലീപ് ആക്രമിക്കപ്പെട്ട നടിയുടെ വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് ഇടവേള ബാബു പോലീസിനോട് പറഞ്ഞു. പ്രധാന പ്രതികളെ പൾസർ, സുനി, വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നു. നാദൃശ പോലീസ് മൊഴി നൽകി. ജയിലിനകത്ത് നിന്നാണ് പൾസർ സുനി വിളിച്ചതെന്ന് നാദൃശ പറഞ്ഞു. കോടതിയിലെത്തിയപ്പോൾ നാദൃശ മൊഴി മാറ്റി. 2017 ഫെബ്രുവരി 17 നടന്നിരുന്ന നടിയെ ആക്രമിച്ച സംഭവം. ഇത് 2017 നടന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതിലൊക്കെ ഇവരൊക്കെ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ദീഖ്, ഇടവേള ബാബു ഇവർക്കൊക്കെ ആ ഒരു കേസിൽ പങ്കുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യം പ്രേക്ഷകരിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് സത്യാവസ്ഥ തെളിയാൻ നമ്മൾക്ക് എപ്പം കുറച്ച് വഴിയും. അത് ഒരു കേസുകളുമായും അതിൻ്റെ റിപ്പോർട്ടുപരമായ കാര്യങ്ങളായതുകൊണ്ട്, കോടതി ഏറ്റെടുത്ത കാര്യമായതുകൊണ്ട് ഈ ഒരു കേസ് ഇപ്പം മുകേഷിനെതിരെ കൂടുതൽ ആരോപകമായ വാർത്തകൾ വരുന്ന ടൈമുകളാണ്. മുകേഷ് ശരിക്കും പറഞ്ഞ ആരോപണത്തിനെതിരെയാകുന്നത്രേ. പക്ഷെ ബാക്കി എല്ലാവർക്കും, ജയസൂര്യ മറ്റുള്ളവർക്കൊക്കെ പല രീതിയിൽ ആക്രമപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാവിലെ സിനിമാ ലോകത്ത് വർഷങ്ങളുടെ അനുഭവം സമ്പത്തുള്ള നടനാണ് മുകേഷ്. MLA കൂടിയായ മുകേഷിനെതിരെ വലിയ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അമ്മ സംഘടനയിൽ അംഗത്വമെടുക്കാൻ സമീപിച്ച തന്നോട് കിടപ്പറ പങ്കിടാൻ മുകേഷ് ആവശ്യപ്പെട്ടു എന്നാണ് നടി മീനു മുനീറിൻ്റെ ആരോപണം. നടി മീനു മുനീറിൻ്റെ ഒരു സാധാ ഒരു നടിയാണ്. വലിയ നടിയല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയപ്പെടുന്ന മീനു മുനീറിൻ്റെ ആരോപണമാണ്. മുമ്പൊരിക്കൽ മുകേഷ് പങ്കെടുത്ത ഒരു ഷോയ്ക്കിടെ നടി നഗ്നമാക്കപ്പെടുമായ രസകരമായ സംഭവങ്ങൾ ചർച്ച ആകുന്നുണ്ട്. അന്ന് കാര്യവാൻ ഇല്ല, എല്ലാവരും ഒരുമിച്ചായിരുന്നു. അവസാനം വല്ലാത്ത നിരാശയുണ്ടായി. കലാരഞ്ജിനി തൻ്റെ യൂട്യൂബ് ചാനലിൽ മുകേഷ് തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. മുകേഷ് നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്, നല്ല
ഗ്രഹിച്ചിട്ടുണ്ടെന്ന് നഗ്നമ പറഞ്ഞ് നഗ്നമയുടെ ഗുഡ് ബുക്സിൽ കയറാനും നല്ല സുഹൃത്താകാനും അറിയാത്തൊരു കാര്യം ചെയ്യുകയാണ്. നഗ്നമയുടെ പ്രശംസകൾ കേട്ടപ്പോൾ തനിക്ക് സന്തോഷമായെന്ന് മുകേഷ് ഓർത്ത്. ഡാൻസിന്റെ അവസാനം 2 സൈഡിൽ നിന്നും ഞാനും നഗ്നമായി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന്. കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ ലൈറ്റ് പതിയെ അണയുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും വേണം. ഒരു ചെറിയ പിടിവള്ളി കിട്ടി. നഗ്നമ ആരോടും സംസാരിക്കില്ല, കൂടുതലും ഫോണിലാണ് സംസാരം. ഞാൻ രണ്ടും കൽപ്പിച്ച് നഗ്നമയുടെ അടുത്ത് പോയി. ഒരു കാര്യം പറയാനുണ്ട്, തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞ്. ഷോയുടെ ഡയറക്ടർ പ്രിയനാണ്. പുള്ളിക്ക് നഗ്നമയുടെ പറയാൻ വിഷമമുണ്ട്. നഗ്നമ കെട്ടിപ്പിടിക്കുമ്പോൾ ആത്മാർത്ഥതയില്ല, നന്നായി കെട്ടിപ്പിടിക്കണമെന്നാലേ ഫിനിഷിംഗ് വരൂ. ഇക്കാര്യം പറയാൻ പ്രിയൻ തന്നെ ഏൽപ്പിച്ചതാണ്. നഗ്നമയോട് കള്ളം പറഞ്ഞു. മകൾക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി ഐശ്വര്യ റായ് കരിയറോ കുടുംബമോ എന്ന് ചോദിക്കുന്ന നടിയുടെ മറുപടി ഇങ്ങനെ പല രീതിയിലുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. സിനിമാണിയറ പ്രവർത്തകരുടെ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപവിധമാകുന്ന നിമിഷങ്ങളിലേക്ക് മുകേഷ് എന്ന ആളും നഗ്നമ സമ്മതിച്ച ആദ്യ ഷോ കഴിഞ്ഞ് നഗ്നമ എന്ന വിളിച്ച് നന്നായി കെട്ടിപ്പിടിച്ചില്ലേ എന്ന് ചോദിച്ചു കൊള്ളാം, പക്ഷേ കുറച്ചും കൂടെ വേണം എന്ന് പ്രിയൻ പറഞ്ഞതാണ് ഞാൻ. അടുത്ത ഷോക്ക് എന്നെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ കെട്ടിപ്പിടിച്ചു. വിടല്ലേ പ്രിയന്ന് വഴക്ക് പറയുമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ടൈം പോയി നിൽക്കണം, പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞത് കുറച്ച് സമയം അവിടെ നിൽക്കണമെന്ന് പ്രിയൻ നിർദ്ദേശിച്ചു പറഞ്ഞു. അവസാനത്തെ ഷോയ്ക്കായിരുന്നു ഏറ്റവും ഗംഭീരം. ബാക്കിയുള്ളവരൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല, ഓടി നടക്കുകയാണ്. ഈ 4 ഷോയിലും ഇങ്ങനെ നടന്നത് ഒരു മനുഷ്യൻ അറിയില്ല. ഇക്കാര്യം എല്ലാവരോടും പറയാൻ താൻ ആവശ്യഭരിതരായിരുന്നു മുകേഷ് ഓർത്ത്. എന്നാൽ അവസാന ദിവസത്തെ രാത്രിയിൽ നഗ്നമ ഇതേക്കുറിച്ച് സംസാരിച്ചുവെന്ന് മുകേഷ് ചൂണ്ടിക്കാട്ടി. പരാതികളില്ല, നല്ല അവസരങ്ങളായി മോഹിച്ചിട്ടുണ്ട്. ആ പാട്ട് പാടാൻ അതിയായി ആഗ്രഹിച്ചു അഞ്ജു ജോസഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഷോ ആണത്. ഞാൻ ആ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. എനിക്ക് കുസൃതി ഇഷ്ടമാണ്, പ്രൊഫഷനിസ്റ്റാണ് പ്രിയ എന്ന് പറഞ്ഞ് മുകേഷ് കെട്ടിപ്പിടിച്ച് അദ്ദേഹം കളിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ കുസൃതി എനിക്കിഷ്ടമായി. അവസാനം കെട്ടിപ്പിടിച്ച് ഇദ്ദേഹം വിടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു മുകേഷ് ഓർത്തു. ഇതൊക്കെയായിരുന്നു സംഭവവികാസങ്ങൾ. ഇതിലും ഇങ്ങനെയും കലാപരിപാടികൾ സിനിമാ സെറ്റുകളിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. അതിനുമുപരി പല വിവാദങ്ങളിൽപ്പെട്ട് പോകാനും സാധ്യതയാണ്. സുരേഷ് ഗോപിക്കെതിരെയും സാമ്പത്തിക വിഷയത്തിൽ പരാതി ഉണ്ട്. അപ്പോൾ ആരെല്ലാമാണ്? പക്ഷെ ഇതിനെതിരെ 2 നടന്മാർ ഒന്നും പറയുന്നില്ല. മമ്മൂക്കയും മോഹൻലാലും ഒന്നും ഈ ഹേമ കമ്മിറ്റിയെക്കുറിച്ചോ ഈ ഹേമ കമ്മിറ്റിയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതിനെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചോ ഒന്നും മാധ്യമത്തിൽ വന്ന് പറയുകയോ അതിനെ എന്തെങ്കിലും പറയാനോ. ഇത് മുകേഷ് ഒരു MLA ആണ്. MLAയും സംസ്ഥാന രാജിവെക്കേണ്ട വിധത്തിൽ മുകേഷും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഫെഫ്കയുടെ പരാതിയിൽ ക്യാമ്പുണ്ടെന്ന് വ്യക്തമായതാൽ മാത്രം നടപടിയെന്ന് ഫെഫ്ക പറയുന്നു. ആരോപണത്തിൽ വെളിപ്പെടുത്തൽ നിഷേധിക്കാത്തത് താൻ പറയുന്നത് സത്യമായതുകൊണ്ടാണ് എന്ന് ആരോപിക നടി പറയുകയാണ്. അപ്പോൾ മുകേഷിനെ പൂർണ്ണമായും പിന്തുണയായി സുരേഷ് ഗോപി രംഗത്തിപ്പോ. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്.
നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. ലേറ്റസ്റ്റ് വാർത്ത. തിരുവനന്തപുരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നതിനെതിരെ ആനടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതെന്താണ് സുരേഷ് ഗോപി? നിങ്ങൾ മാധ്യമം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാധ്യമധർമ്മം, മീഡിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അത് വേറെ. മാധ്യമത്തിനോട് ചോദിക്കേണ്ട എന്ന് പറയാനങ്ങ് അവരുടെ തൊഴിലാണത്, അവർക്ക് ചോദിക്കാം. അതിനെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അത് മറക്കാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ കോടതിയിലും മനുഷ്യരെന്നല്ലേ ഈ നീതിന്യായങ്ങൾ? ജനങ്ങളുടെ നീതിക്കല്ലേ നിങ്ങൾ മുൻകൂർ മൂല്യം കൽപ്പിക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ കോടതിയും നിയമങ്ങളൊക്കെ? അവരുടെ വാക്കുകൾക്കല്ലേ പ്രാധാന്യം? സുരേഷ് ഗോപി അതിൽ ഒഴിഞ്ഞു മാറുന്നു എന്ന് യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ സുരേഷ് ഗോപിക്ക് നിലപാടുണ്ടോ എന്നത് നമുക്കത് സ്ഥിരീകരിക്കുന്ന കാര്യമല്ല. കാരണം ഒരു MLA ആയി മുകേഷിനെ പിന്തുണയ്ക്കാൻ താങ്കൾക്ക് കഴിയും. കാരണം താങ്കൾ ഒരു മന്ത്രിയായതുകൊണ്ടാണ്. മാധ്യമങ്ങൾക്കുള്ള ഒരു തീറ്റയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ. ഒരു വലിയ സംവിധാനത്തെ നിങ്ങൾ തകിടം മറിക്കുകയാണ്. കാശുണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നീനമായ വാക്കുകൾക്ക് ഇത് നിങ്ങളുടെ ഹേമ കമ്മിറ്റി നിങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചതാണ്. നമ്മൾ കൊണ്ടുവന്നതോ നമ്മൾക്ക് അറിയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് നിങ്ങൾ തന്നെയാണ് പബ്ലിക്കിലേക്ക് എത്തിയത്. അതിനെ മീഡിയ പറയാൻ എന്താണ് അർഹത? മീഡിയ എന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിലയും വിലയും മറക്കരുത് സുരേഷ് ഗോപി. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ. മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയും വഴിതെറ്റിക്കുകയാണ് സുരേഷ് ഗോപി പറയുന്നു. അതെങ്ങനെയാണ്? മാധ്യമങ്ങളല്ലേ നിങ്ങളെയൊക്കെ ഈ പദവി ഉണ്ടാക്കിയെടുക്കുന്നത്? മാധ്യമങ്ങളില്ലാതെ നിങ്ങൾക്കൊരു MLA അതിൻ്റെ നിങ്ങൾ MLA ആണെന്ന് നടത്തിക്കാൻ കാണിക്കുന്ന ഇമേജൊക്കെ എവിടെ ഉണ്ടാക്കിയതാണ്? അങ്ങനെ പറയരുത്. സത്യസന്ധത അത് കീപ്പ് ചെയ്യാൻ പഠിക്കണം. അപ്പോഴേ നിങ്ങളുടെ സത്യം പബ്ലിക് അറിയുകയുള്ളൂ. അല്ലാതെ ഒളിച്ചു വെക്കുന്ന രഹസ്യ സ്വഭാവം ഏത് രാഷ്ട്രീയക്കാരനും നല്ലതല്ല എന്ന് തന്നെയാണ് ഒരു ജനാധിപത്യ കേരളത്തിൽ. കോടതി പറയും എന്ന് പറയാൻ കോടതിക്ക് അന്വേഷണത്തിലൂടെയാണ് അറിയാൻ പറ്റൂ. കോടതിയിലേക്ക് എത്തിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കോടതി പറയുന്നതിന് കാത്തിരിക്കാൻ അങ്ങനെയല്ലല്ലോ. ഒരു ദുരന്തം വരുമ്പോൾ, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അവിടെ എല്ലാവരും ജനങ്ങൾ ഒത്തുകൂടി നിൽക്കില്ലേ? അവിടെ അവരുടെ ഒരു പൗരനാവുമ്പോൾ അത് ഇപ്പോൾ താങ്കൾ പ്രതികരിച്ചത് ഒരു മോശമായ ആറ്റിറ്റ്യൂഡിലാണ്. ആ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ നിലയും വിലയും. നിങ്ങൾ തന്നെയാണ്, അല്ലാതെ മാധ്യമം, മീഡിയ ഒന്നുമല്ല. നിങ്ങളാണ് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നത്. ലൈംഗിക ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത്. പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന് മാധ്യമക്കാരുടെ ചോദ്യത്തിന് എല്ലാത്തിനും കോടതി ഉത്തരം പറയുന്നു സുരേഷ് ഗോപി. അതിൻ്റെ ഉത്തരമാണ് ഞാൻ കുറിച്ച് പറഞ്ഞത്.
ഒരു സ്വകാര്യ സന്ദർശനം കഴിഞ്ഞാണ് വരുന്നതെന്നും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചോദിക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യവും ചോദിക്കണമെന്ന് വിചിത്രമായ ന്യായം സുരേഷ് ഗോപി. ന്യായീകരണം ഇപ്പൊ സജി ചെറിയാൻ പറയുന്നത് പോലെ ന്യായീകരിച്ച് എവിടം വരെ എത്തും? അതാണ് നിങ്ങൾ നടത്തുന്നത്. സ്വയം ന്യായീകരിക്കുക. അതിനുവേണ്ടി കോടതിയെ കൂട്ടുപിടിക്കുന്നത് എന്തിനാണ്? കോടതി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കോടതിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? കോടതിയല്ല, നിങ്ങൾ നടന്മാർ, സിനിമയിൽ അംഗങ്ങളിൽ പെട്ടവർ. കോടതി തെളിയിക്കും. കോടതി തെളിയിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു തീരുമാനമില്ലേ? നിങ്ങളായ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് കോടതി എല്ലാം അല്ല, കോടതിയിൽ പോയാൽ നിങ്ങൾ സിനിമ സംഘടന ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം നിങ്ങൾ ഹൈക്കോടതിക്ക് വേണ്ടി തലവെച്ച് കൊടുക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ തല റെയിൽപ്പാലത്തിൽ വെച്ചിരിക്കുക. അത് നിങ്ങളുടെ സ്വഭാവമാണ് കാണുന്നത്. സുരേഷ് ഗോപി മുകേഷിനെതിരെ ആരോപണവും സുരേഷ് ഗോപിക്ക് തള്ളിക്കളഞ്ഞും ഇതൊക്കെ വെറും ആരോപണം മാത്രമാണ്. മാധ്യമങ്ങളോ കോടതിയൊന്നു ചോദിച്ച് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. വിഷയത്തിൽ കോടതി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. കേന്ദ്രമന്ത്രി തന്നെ മുകേഷിനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വിട്ടിലായത് BJP ആണ്. മുകേഷ് രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇപ്പം എന്തായി? മുകേഷ് രാജിവെക്കേണ്ടവരെ സ്ഥിതി നിങ്ങൾ എത്തിച്ചു. അവസാനത്തെ ഒരു അത്താണിയാണ് ഈ MLA പദവി. ആ പദവി വരെ ന്യായീകരിച്ച് സജി ചെറിയാൻ പറയുന്നത് മാതിരി ന്യായീകരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വെട്ടിലാകുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്ത പലതും ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു വ്യവസായം തന്നെ കൊള്ളയടിക്കാനും മാഫിയ തലമാറെ ഉണ്ടാക്കാനും 15 പവർ ട്രീം ഉണ്ടാക്കാനും ഇതിനൊക്കെ കൂടെ നിൽക്കാതെയാവോ ഈ സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞുമാറ്റങ്ങൾ? നമ്മളാരും ആരെയും നന്നാക്കാനോ അഥവാ ആരെയും നന്നാക്കി എടുപ്പിക്കാനുമല്ല. ഇത് തലമുറകളോളം കാണുന്നതും കേൾക്കുന്നതും അറിയാത്ത സംഭവങ്ങളാണ്. ഇതൊക്കെ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിലൂടെ പല മനുഷ്യരിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള അവർക്ക് സംശയമാണ്. ഇപ്പോൾ സിനിമാ മേഖലകളെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുകയുള്ളൂ. ഒരിക്കലും അത് ഒഴിവാക്കപ്പെടുകയൊന്നുമില്ല. ഇത് ജനങ്ങളുടെ സംശയമാണ്. മീഡിയയിലെ മാത്രം സംശയമല്ല, ജനാധിപത്യത്തിൻ്റെ സംശയമാണ്. ഇവിടെ വർഗബോധമുള്ളവർക്കും സമൂഹത്തിൽ ജീവിക്കുന്നവർക്കും ഇവിടെ വിശപ്പിൻ്റെ വിലയറിയുന്നവർക്കും ജീവിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളുടെ പ്രാമുഖ്യം അമ്മ എന്നൊരു പേര് വെച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ നെറികേട്, നിങ്ങൾ അമ്മ എന്നല്ലേ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് മറ്റ് പേരുകൾ ഉണ്ടാക്കാമായിരുന്നല്ലോ. ഫെഫ്ക എന്നത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അമ്മ എന്ന സംഘടനക്ക് എന്തൊക്കെ പേരുദോഷങ്ങളാണ് നിങ്ങൾ കാണുന്നില്ലേ? അതാണ് ന്യായീകരിക്കുകയാണ്. സുരേഷ് ഗോപി ന്യായീകരിക്കാൻ തുടങ്ങി. ഇപ്പോൾ BJPക്കിട്ടും കൊട്ട്, BJPക്കാർക്കും പണിയാണ് സുരേഷ് ഗോപിയെ കൊണ്ട്. അതുകൊണ്ട് അവിടെയും ഒരു ന്യായീകരണത്തിനെത്തുകയാണ് സുരേഷ് ഗോപി. തിലകൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് സത്യമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മുകേഷിനായാലും ആർക്കായാലും തമ്മിലുള്ളവരെ ന്യായീകരിക്കാൻ വേണ്ടി ജനങ്ങളെ നിങ്ങൾ വിട്ടികളാക്കരുത്. നിങ്ങൾ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കണം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകനാകില്ല, ഒരു സിനിമാക്കാരനാവില്ല. ഇത് രണ്ടും ഔചിത്യമെന്നാണ്. ഇപ്പം ഇന്നലെ പിത്രാജ് എത്ര നല്ലതായ ഇൻഫർമേഷനാണ് ജനങ്ങൾക്ക് പാസ് ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു 2 ദിവസങ്ങൾക്ക് മുൻപോ മറ്റോ ആണ്
ഇന്ന് ഈ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങൾ, ഇതിൻ്റെ ഇവൻറ്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് തന്നെ പ്രസ്സുമായിട്ട് ഇതുപോലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും എന്നെനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത്, ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഗോ ഓൺ. ഹലോ രാജു, സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിൽ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങളുണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം. വിക്ടിമുകളുടെ പേരുകളല്ല, ഇന്നവർ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട്. വേട്ടക്കാരനാണെന്ന് പോലും അറിയത്തില്ല, പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ്. അതാണ് ഞാൻ പറഞ്ഞ, ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. മൈക്കിൽ സംസാരിക്കാമോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ പുറത്തുവിടണമെന്ന് പൃഥ്വിരാജ് ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഈ ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇറ്റ്സ് അപ് ടു ദ ഗവൺമെന്റ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തു വിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിലിരിക്കുന്ന ആൾക്കാരാണ്. ബൈ ഓൾ മീൻസ്. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടലുണ്ടായോ? സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട്. ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. താങ്കളുടെ സഹപ്രവർത്തക സമാനതകളിൽ താങ്കളുടെ പ്രവർത്തകർക്ക് ഒരു വലിയ അപകടം സംഭവിക്കുന്നുണ്ടായി. നമ്മളെല്ലാവരും അവർക്കൊപ്പം നിന്നതാണ്. അന്ന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അതിൽ കാര്യമായ ഫോളോ അപ്പുകൾ ഉണ്ടായില്ല. വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു. ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട്. സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന്. ഇതൊക്കെ വളരെ പരിതാപകരമല്ല. സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു മൈക്ക് കൊടുക്കണം. അല്ല, ഒരു വർക്ക് ചെയ്യുന്ന മൈക്ക് കൊടുക്കും. ഇപ്പോൾ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ 4-5 പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ്. അതുപോലെ അമ്മോൾ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്?
എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിരാജ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു, അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു, ഈ ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതിയോ? സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്, പക്ഷേ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടി ഇറങ്ങേണ്ടി വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ? ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഈ സിദ്ദിഖ് മാറിയതിനു ശേഷം ആ ചുമതലയിലേക്ക് വന്ന നടനും ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നടനും ഈ സ്ഥാനം മാറി നിന്ന് അന്വേഷണം നേരിടേണ്ടതല്ലേ? സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും. Good evening. So, how do you respond to all the allegations? Now, the Me Too has been hitting the Malayalam cinema industry like very hard. So, how do you respond to all the allegations? Like, what should be the future course of action? I've been responding to it for the last 10 minutes actually. I would like a response in English. Oh, it's for okay. ANI. No, all of them need to be taken into account quite seriously. Absolutely. I mean, if allegations have been made, thorough investigations need to be followed up with. And if these investigations lead to the allegations being proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work and everything. പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു. ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ? പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ? ആണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മൈക്കിൾ പറയും. മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴി എന്താണ് എന്നതും കൃത്യമായി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെ വന്നു? എനിക്കറിയാം. എവിടെയാണ് വന്നത്? ചാനലുകളിലോ? ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് പുറത്ത് എവിടെ വന്നു? ചാനലുകളിൽ വന്നിട്ടുണ്ട്. ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും? പൃഥ്വി, ഈ ആക്രമിക്കപ്പെട്ട നടിയെ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചു കൊണ്ടുവരണ്ടേ അമ്മയിലേക്ക്? ഇപ്പോഴും ഈ WCC അംഗങ്ങളാണ് ഇതിനൊക്കെ തുടക്കമിട്ട ഒരു ടീം. അവരിപ്പോഴും പുറത്താണ്. അവർക്കിപ്പോഴും ഒരു ഔട്ട്കാസ്റ്റ് പദവിയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ ഒരു മാറ്റം വരണ്ടേ? ലെഫ്റ്റ് ടു മീ, തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസീവായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
അങ്ങനെ ഒരു ഭാവിയിലേക്ക് നമ്മൾ ഉടനെ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്കൾ ഒരു സിനിമ നിർമ്മിക്കുന്ന ആൾ കൂടിയാണ്. ഇപ്പോഴും ഈ കാരവാൻ സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമാ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒരു തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു ഇതുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയേക്കാം. പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല. ഒരു സിനിമ സെറ്റിൽ ഇപ്പം നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് 5 കിലോമീറ്റർ അപ്പുറത്ത് കാണും. ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട്. നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് 500 ജൂനിയർ ആർട്ടിസ്റ്റ്, ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും 1000 ജൂനിയർ ആർട്ടിസ്റ്റ്, ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീം ലൈൻഡ് അല്ല എന്ന്. ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സ്ട്രീം ലൈൻഡ് ആകണം, അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം. അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വേണം. ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ, വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട്. പാർവതി തിരുവോത്തിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണോ പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം? അത് മാത്രമല്ല, തുടക്കകാലത്ത് ചില പ്രോജക്റ്റുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ? ശരിയാണ്. ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ്. ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശവുമുള്ള പേഴ്സണൽ റൈറ്റ് ആണ്. പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമയിൽ. സോറി ടു ഇന്ററപ്റ്റ്, ബട്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സോറി ടു ഇന്ററപ്റ്റ്, വി ആർ ടേക്കിംഗ് our last അടുത്തൊരു ഫംഗ്ഷൻ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്, നിങ്ങൾക്കും അറിയാമെന്ന് കരുതുന്നു. ഞാൻ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയാം. രാജുവേട്ടാ, ഇന്റേണൽ കമ്മിറ്റി എന്ന സംവിധാനം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് രാജുവേട്ടന്റെ ഒരു അതിനുശേഷം ഉള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കൃത്യമായിട്ട് രീതിയിൽ നടത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നോ ഈ വിഷയം? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ സെറ്റിലെല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും. ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല. അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഡയറക്റ്റീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അതുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനം ഇവിടെ നിലവിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. രാജു, ഒറ്റ ചോദ്യം കൂടി രാജു, അമ്മയുടെ കീ പോസ്റ്റിൽ ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയുള്ള കീ പോസ്റ്റുകളിലെല്ലാം പുരുഷന്മാരായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് WCC കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു, കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അമ്മയുടെ കീ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ കാണുന്നു? എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ നിന്ന് അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല. ആ സംഘടനയുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു മലയാളത്തിലാണോ ചോദിച്ചത്? അത് ശരി. അപ്പോൾ മൈക്കോ, സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തൂ. If both of you talk at the same time, yeah.
തീർച്ചയായിട്ടും നൽകും, ഒരു സംശയം വേണ്ട. ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും. ആരോപണ വിധേയർ അല്ല, ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് എൻ്റെ വായിൽ നിന്നൊരു പേരെടുത്ത് പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത്? അത്രയേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി. അതല്ല, അതാവരുത് എന്ന് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. അറിയില്ല, ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ലേ എനിക്ക് സാധിക്കൂ. സമയം കഴിഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം. കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം. ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത്, ഇങ്ങനെ ഒരു തിരുത്തൽ, ശരിയായ ദിശയിലേക്കുള്ളൊരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും. അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന് ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ലാത്തത്. താങ്ക് യു. ഇതിൻ്റെ രണ്ടിലൊന്ന് മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് താരങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. അതാണ്. അപ്പം ആ രണ്ട് താരങ്ങൾ രണ്ട് തൂണുകൾ എന്നാണ് പറയുന്നത്. സിനിമയിലെ രണ്ട് തൂണുകളാണ് അവർ. അതായത് അവരില്ലെങ്കിൽ സിനിമ എന്ന സംഘടന പോലും ഉണ്ടാവാൻ സാധ്യത. അവർ പോലും പ്രതികരിച്ചില്ല. അതെന്തുകൊണ്ടാണ്? മൗനം ഒന്നിൻ്റെയും രക്ഷയല്ല. മൗനം രക്ഷയില്ലെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം മൗനപ്പെടുന്നതോടൊപ്പം അവന് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും. പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള ന്യായീകരണത്തിനെതിരെ, ഇത്തരത്തിലുള്ള ന്യായീകരണ സ്വഭാവത്തിനെതിരെ ജനം പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. അത് ഒരു പൗരൻ്റെ അവകാശമാണ്.